ഗസയിൽ 6 ഫലസ്തീനികളെ വധശിക്ഷ വിധിച്ച് വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഹമാസ്. മോഷണമാണ് കുറ്റം. ഇസ്രായേലുമായി സഹകരിച്ച് ഭക്ഷണം മോഷ്ടിക്കുന്ന സംഘത്തിനാണ് വധശിക്ഷ. ഇസ്രായേലിൻ്റെ ഭീകരാക്രമണത്തിൽ വീടടക്കം നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഗസയിലെ ഭക്ഷണശാലകളിലും കമ്മ്യൂണിറ്റി കിച്ചണുകളിലും കൊള്ള നടത്തുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇസ്രായേൽ പിന്തുണ നൽകുന്നുവെന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായ വിതരണം തടയുകയും കൊള്ള നടത്തുകയുമാണെന്നും ഹമാസ് ആരോപിക്കുന്നു. ഇസ്രായേൽ ഉപരോധം 3-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയും തീരദേശ മേഖലയിൽ ഭക്ഷ്യവസ്തുക്കൾ തീർന്നു തുടങ്ങിയതോടെ അവശേഷിക്കുന്ന ഭക്ഷണം കണ്ടെത്താനാകാതെ ഫലസ്തീനികൾ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരിക്കുകയാണ് കൊള്ള സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി ഒരു കൂട്ടം ആളുകൾ ഗസ നഗരത്തിലുടനീളമുള്ള ഐക്യരാഷ്ട്രസഭാ കേന്ദ്രത്തിലും വെയർഹൗസുകളിലും അതിക്രമിച്ചു കയറിയതായി റിപ്പോർട്ടുകളുണ്ട്. ക്രിമിനൽ സംഘങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഹമാസ് നൽകിയിരുന്നു. കൊള്ള സംഘങ്ങളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി രാത്രി 9 മണിക്ക് ശേഷം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഹമാസ്. ഇതിനിടെ കുറ്റവാളികളെ പിന്തുടർന്ന പോലീസ് യൂണിറ്റിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഒരു ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതായും ഹമാസ് ആരോപിച്ചു. കൊള്ളക്കാരെയും സായുധ സംഘങ്ങളെയും നേരിടാൻ ആഭ്യന്തര മന്ത്രാലയം 5000 അംഗങ്ങളുടെ പുതിയ സേനയെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഹമാസുമായി അടുത്ത ബന്ധമുള്ള സഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നാലെയാണ് കൊള്ള നടത്തിയെന്ന് തെളിഞ്ഞ 6 പേരെ ഹമാസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 13 പേർക്ക് കാലിന് വെടിയേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ സൈന്യം എൻക്ലേവിന് ചുറ്റും ബഫർ സോണുകൾ സൃഷ്ടിച്ചതിനാൽ മധ്യ ഗസയിലെയും തീരപ്രദേശങ്ങളിലെയും ജനങ്ങൾ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. പട്ടിണിയും നിർജ്ജലീകരണവും കാരണം പൊറുതിമുട്ടിയ ജനങ്ങളുടെ ഇടയിലാണ് ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം. ആളുകളെ ഭയപ്പെടുത്തി ഭക്ഷണം മോഷ്ടിക്കുക മാത്രമല്ല, അവരെ റോഡിൽ തടഞ്ഞു നിർത്തി പണവും ഫോണും വരെ അപഹരിക്കുകയാണെന്ന് ഹമാസ് പറയുന്നു. പട്ടിണി ആയുധമാക്കിയ ഇസ്രായേലിന് സഹായികളായാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗസയിലേക്ക് സഹായം എത്തുന്നത് തടയാനും ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഹമാസ് മോഷ്ടിച്ച് സ്വന്തം സേനയ്ക്ക് വിതരണം ചെയ്യുന്നു എന്ന് ന്യായീകരിച്ചാണ് ഇസ്രായേൽ ഗസയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എൻക്ലേവിലേക്ക് എത്തുന്ന ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം കാരണം പ്രകോപിതരായ ജനങ്ങളുടെ പ്രതിഷേധവും ഹമാസ് നേരിടുന്നുണ്ട്. ഇതിനിടെയാണ് കൊള്ള സംഘത്തെ ഉപയോഗിച്ച് കൂടുതൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം. മോഷണക്കുറ്റം ഹമാസിൻ്റെ മേൽ ചാർത്താനുള്ള ഇസ്രായേലിൻ്റെ ഗൂഢശ്രമങ്ങളിൽ ഒന്നാണിതെന്ന ആരോപണവും ശക്തമാണ്. ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിച്ചതായി ആരോപിക്കപ്പെടുന്ന ഗസ നിവാസികൾക്കെതിരെ വധശിക്ഷ നടപ്പാക്കുമെന്ന് ഹമാസിൻ്റെ ആരോ യൂണിറ്റ് വ്യക്തമാക്കി കഴിഞ്ഞു. വധശിക്ഷയുടെ ചിത്രങ്ങളും അവരുടെ കുറ്റസമ്മതവും പൊതുജനങ്ങൾക്ക് മുന്നിൽ സംപ്രേഷണം ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഗസയിൽ സമാനമായ പേരുള്ള ഒരു യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നിലവിലെ ആരോ യൂണിറ്റ് കഴിഞ്ഞ വർഷം യുദ്ധസമയത്ത് ഹമാസ് സ്ഥാപിച്ചതായാണ് കരുതപ്പെടുന്നത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും ശത്രു ഏജന്റുമാരെയും കണ്ടെത്താനും പിടികൂടാനും ഹമാസിൻ്റെ ആഭ്യന്തര മന്ത്രാലയം സ്ഥാപിച്ചതാണ് ഈ യൂണിറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ. സൈനിക വേഷത്തിന് പകരം സിവിലിയൻ വേഷത്തിലാണ് ഇവർ പട്രോളിംഗ് നടത്തുന്നത്. മോഷണം, രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന വീഡിയോകളും ഈ യൂണിറ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. കുറ്റം ചെയ്യുന്നവരിൽ ഭയമുണ്ടാക്കാനുള്ള മാർഗമാണ് ഇത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കൂടുതൽ ശക്തമായ രീതിയിലാണ് ഗസയിൽ യൂണിറ്റ് വിന്യസിച്ചിരിക്കുന്നത്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെ നിശ്ചിത സമയത്തിന് ശേഷം പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പൗരന്മാരെ ഭയപ്പെടുത്താനും അവരുടെ ജീവന് ഭീഷണിയാകാനും അവരുടെ സ്വത്ത് മോഷ്ടിക്കാനും ആരെയും അനുവദിക്കില്ലെന്ന് ഹമാസിൻ്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കർഫ്യൂ തുടരുമെന്നും കൃത്യമായ കാരണങ്ങളില്ലാതെ പുറത്തിറങ്ങുന്ന ഏതൊരാളെയും അധിനിവേശ ശക്തികളെ സഹായിക്കുന്ന രാജ്യദ്രോഹികളായി കണക്കാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.